എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക? ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും ഉറപ്പായും സീറ്റ് ലഭിക്കുമോ? ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ എന്തൊക്കെ ചെയ്യണം? അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് +1 ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോഴും അതിനു മുമ്പുമൊക്കെ +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും. ഇനിയും അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്തും ഇനി തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിലും അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, +1 പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ്. ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന ഒന്നാമത്തെ സംശയം ഈ ഒരു അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. +1 പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്ടസിൽ നൽകിയ വിവരവും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ച വിവരവും പ്രകാരം ഈ വരുന്ന 5-ാം തീയതി, ജൂൺ മാസം 5-ാം തീയതിയായിരിക്കും +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം, നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് പറഞ്ഞിരുന്നതിലും ഒരു ദിവസം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങൾ വന്നാലും അത് ഏറ്റവും ഉടനെ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും. മാത്രമല്ല, നിങ്ങൾക്കറിയാം, +1 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ രാത്രി സമയത്താണ് ആ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചത്. വെറും 1 മിനിറ്റ് കൊണ്ട് ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു. അതേപോലെ തന്നെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏത് സമയത്ത് വന്നാലും അത് ഏറ്റവും ഉടനെ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും. ആ കാര്യം വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ള യാതൊരുവിധ ആശങ്കകളും നിങ്ങൾക്ക് വേണ്ട. അലോട്ട്മെൻറ്റ് എപ്പോൾ പ്രഖ്യാപിച്ചാലും ഉടൻ തന്നെ ഈ ചാനലിലൂടെ ഒരു വീഡിയോ ആയി തന്നെ ആ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും സീറ്റ് ലഭിക്കുമോ എന്നുള്ള സംശയം പല വിദ്യാർത്ഥികൾക്കും ഉണ്ട്. അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല. എങ്കിലും ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരുന്നു. ഇനി ഇത്തരത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട്. യാതൊരു സംശയവും വേണ്ട. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടാം. അവിടെ 2 രീതിയിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാം. ഒന്നുകിൽ സ്ഥിര പ്രവേശനം, അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം. അത് ഏതൊക്കെ രീതിയിലാണ്, ആ സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യം ഇനി വരുന്ന വീഡിയോകളിലൂടെ വിശദമായി നിങ്ങളെ അറിയിച്ചു തരാം. എന്ത് തന്നെയായാലും അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും അവിടെ അഡ്മിഷൻ എടുത്തിരിക്കണം. പക്ഷം നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താക്കുന്നതാണ്. ആ കാര്യം എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളതും അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ, വിശദമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യും. ആ സമയത്ത് പറഞ്ഞു തരാം. എന്ത് തന്നെയായാലും +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോൾ പ്രഖ്യാപിച്ചാലും അത് ഉടൻ തന്നെ നിങ്ങളെ അറിയിച്ചു തരും. അത് നിങ്ങൾ ഉടൻ തന്നെ അറിഞ്ഞിരിക്കുകയും വേണം. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ അനുവദിച്ചിട്ടുള്ള ഒരു സമയമുണ്ടാവും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും നിങ്ങളെ പുറത്താക്കും. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും അലോട്ട്മെൻറ്റ് ലഭിക്കില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നും നിങ്ങളെ കൃത്യമായി വിശദമായി അറിയിച്ചു തരും. എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം, അതിനാവശ്യമായ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എങ്ങനെ കിട്ടും, അത് എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കാം, ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി വിശദമായി നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെയും കൂടെ അഡ്മിഷൻ പ്രോസസ്സ് തീരുന്നതുവരെ ഞാനും ഈ ഒരു ചാനലും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും ഇപ്പോൾ ചോദിക്കുന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങളെ കൃത്യമായി അറിയിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇനി വിശദമായി ഓരോ കാര്യങ്ങളും അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോഴും അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായി വിശദമായി
കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതേപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക.